നിലമ്പൂരിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ പരമാവധി വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ നൽകിയ ആവേശത്തിലാണ് UDF ക്യാമ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പൊതുയോഗങ്ങളിലെ വലിയ ജനപങ്കാളിത്തം ഇടത് കേന്ദ്രങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പരമാവധി വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് PV അൻവർ കണക്കുകൂട്ടുമ്പോൾ അത് ആരുടെ വോട്ടെന്ന ആശങ്ക മുന്നണികൾക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം, ക്ഷേമ പെൻഷൻ, വന്യജീവി സംഘർഷം, ക്ഷേമ തുടങ്ങിയ വിഷയങ്ങൾ അവസാന മണിക്കൂറുകളിലും സജീവമായി നിൽക്കുന്നുണ്ട്. TG സജിത്തും CV അനുമോദും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സൈത്ത്, ഈ ശരിക്കും നിലമ്പൂർ സംസാരിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നിലമ്പൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടാണ്, വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്, സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതൊന്നും കാര്യമായി സംവദിക്കാതെ ഒരുപാട് വിഷയങ്ങളിൽ ഡൈവേർട്ട് ചെയ്തു പോയ ഒരു ഉപതെരഞ്ഞെടുപ്പായി കൂടി ഇതിനെ വിശേഷിപ്പിക്കാം. അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത രഞ്ജിത്ത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കപ്പെട്ട സബ്ജക്റ്റുകൾ കാര്യമായി നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നില്ല എന്നതാണ്. ഏറ്റവും പ്രത്യേകിച്ച് നിലമ്പൂർ ഒരു വനാതിർത്തിയുമായി പങ്കിടുന്ന പൂർണ്ണമായി ഏറെക്കുറെ അങ്ങനെ ഉള്ള ഒരു മണ്ഡലമാണ്, അത്തരമൊരു പ്രത്യേകതയുള്ള മണ്ഡലമാണ്. എന്നിരുന്നാൽ കൂടിയും നിലമ്പൂരിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നില്ല, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വഴിമാറിപ്പോയി എന്നതാണ്. ഏറ്റവും അവസാന നിമിഷവും ഉയരുന്നതും അതുതന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം, അതിൽ കൊണ്ടും കൊടുത്തുമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നീക്കങ്ങൾ, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിവാദ നീക്കങ്ങൾ, ഒപ്പം മലപ്പുറം പ്രസ്താവന, ഇങ്ങനെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് തന്നെ പ്രചരണ വിഷയങ്ങൾ മാറി. ഒരുപക്ഷെ ഈ പൊതു വികസന വിഷയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലും അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അല്പസമയം മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന പ്രതിപക്ഷം ഉയർത്തുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം മലപ്പുറം സംബന്ധിച്ച് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന പ്രതിപക്ഷത്തിന് ആയുധമാണ്. അതിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ CPM ഉപയോഗിക്കുന്ന ശൈലി ഇതാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണം പോലും ചോദ്യം ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആര്യാട മുഹമ്മദ് എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് CPM ഈ വാദത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി ഇത് മാറുകയാണ്. ഇനി ഒരു പകൽ ദിനമാണ് പൂർണ്ണമായി ഈ പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്നത്. നാളെ കൊട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ചില നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ പ്രതീക്ഷിക്കാനുണ്ട്. ഇതിൽ PV അൻവർ ഒരുപക്ഷെ നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം കൂടുതൽ പ്രസക്തമാവും, തർക്കമില്ല കാര്യത്തിൽ. കാരണം അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഇവിടുത്തെ ജയപരാജയ സാധ്യതകളെ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മുന്നണി നേതൃത്വങ്ങൾ അത് സ്വാധീനിക്കില്ല, അത് ഞങ്ങൾക്ക് വിഷയമല്ല എന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നിലമ്പൂരിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അൻവർ സ്വാധീനിക്കുന്ന വോട്ടുകൾ അത് UDF-ന് തിരിച്ചടിയാകുമോ അതോ ഇടതുപക്ഷത്തിന് പ്രതിസന്ധി ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ചതുപോലെ നിലമ്പൂരിനെ പ്രചരണ വിഷയങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുണ്ടാവുന്നത്. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ വീണ്ടും ഇത്തരം വിഷയങ്ങളിലുള്ള തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സൈദിലേക്ക് വരാം. മുഖ്യമന്ത്രി അടക്കം വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും നടത്തുന്നത് തോൽവി മുന്നിൽ കണ്ടെന്നാണ് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. UDF ചരിത്ര ഭൂരിപക്ഷം നേടുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. തോൽവി കൃത്യമായിട്ടും അറിഞ്ഞ മുന്നണിയായി ഇടതുപക്ഷം മാറി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇവിടെ ചെയ്യുന്ന ഓരോ പരിപാടികൾ നിങ്ങൾക്ക് അറിയാലോ. പല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, പല പ്രലോഭനങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പരമാവധി അവർ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തൃക്കാക്കരയിൽ പ്രയോഗിച്ചിരുന്നു, പാലക്കാട് പ്രയോഗിച്ചിരുന്നു, അതുപോലെ പുതുപ്പള്ളിയിലും പ്രയോഗിച്ചിരുന്നു. ഇതൊക്കെ അവിടേക്ക് അത് പ്രയോഗിച്ചപ്പോൾ നമുക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുക ചെയ്തത്. മുഖ്യമന്ത്രി മണ്ഡലത്തിൽ വരുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ അസ്വസ്ഥരാകുന്നത് എന്തിനെന്ന് M സ്വരാജ് ഭയമില്ലെന്ന് പറയുകയും അസ്വസ്ഥരാകുകയും ചെയ്യുകയാണ് UDF. വന്യജീവി പ്രശ്നം കോൺഗ്രസ് ഉയർത്തുകയാണെങ്കിൽ സ്വാഗതാർഹമെന്നും സ്വരാജ് പറഞ്ഞു. കോൺഗ്രസിന്റെ നേതാക്കന്മാര് മുഖ്യമന്ത്രി ഇവിടെ മണ്ഡലത്തിൽ വരുമ്പോൾ അതിനെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. UDF-ന്റെ ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുന്നത് സംബന്ധിച്ച് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവായ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു മുന്നണിയുടെ പ്രചരണത്തിന് ആര് വരണം എന്നൊക്കെ ആ മുന്നണിയല്ലേ തീരുമാനിക്കുന്നത്. മറ്റുള്ളവർക്ക് അതിലെന്ത് കാര്യം? അവരവരുടെ കാര്യം നോക്കുന്നു പറയാനല്ലാതെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മുഖ്യമന്ത്രി വന്നപ്പോൾ എന്തായിരുന്നു നാടിന്റെ പ്രതികരണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ അസ്വസ്ഥതയ്ക്ക് ഇപ്പം നമുക്ക് പരിഹാരമൊന്നും ചെയ്യാനില്ല.
പ്രിയഗാന്ധിയെ പരിഹസിച്ച എം സ്വരാജ് അബദ്ധം പറയുന്നവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് എം സ്വരാജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ പെൻഷൻ കൊടുക്കുന്നു എന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശത്തിലാണ് പ്രതികരണം. പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കൊടുക്കുന്നത് എന്ന് കേരളത്തിൽ വന്ന ഒരാൾ പറഞ്ഞാൽ അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ? പെൻഷൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണോ കൊടുക്കുന്നത്? ഇടയ്ക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെ തുടർന്ന് ചില മാസങ്ങളിൽ കുടിശ്ശികയായിരുന്നു. ആ കുടിശ്ശിക പിന്നീട് ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുകയല്ലേ ചെയ്തത്. ഈ മാസം കൊടുത്തത് ഈ മാസത്തെ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയാണ് കൊടുത്തത്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അബദ്ധം പറയാൻ ആർക്കും അവകാശമുണ്ട്, കേസെടുക്കാൻ നിയമവുമില്ല. പക്ഷെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കുന്നതാണ് എല്ലാവരെയും കുറിച്ച് സമൂഹത്തിൽ ബഹുമാനം ഉണ്ടാകാൻ നല്ലത്. അല്ലെങ്കിൽ ആളുകൾ അത് തിരിച്ചറിയുകയും പറയുന്നവരോടുള്ള മതിപ്പ് കുറയുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് അവസാന മണിക്കൂറുകളിലും ഉന്നയിക്കുകയാണ് CPM. വിഷയത്തിൽ ഒന്നും പറയാതെ പ്രിയങ്ക ഗാന്ധി തടിതപ്പി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങളിൽ വിമർശനം ഉന്നയിച്ച പ്രിയങ്ക ഗാന്ധിക്ക് മറുപടിയുമായും MV ഗോവിന്ദൻ വന്നു. കോൺഗ്രസുകാരാണ് നിയമം കൊണ്ടുവന്നതെന്നും BJP ഭേദഗതിയിലൂടെ അത് കൂടുതൽ കർശനമാക്കിയെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടിച്ചേരുന്ന അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന ഈ കേരളത്തിലെ UDF, അതിൻ്റെ കോൺഗ്രസ് ലീഗ്, ഇവരുടെ നിലപാട് എന്താണ്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് പറയാൻ പ്രിയങ്ക ഗാന്ധിയോട് നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. UDF ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നിരായുധരായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒപ്പിച്ച് പോവുകയാണ് ചെയ്തത്. ജമാഅത്തെ ഇസ്ലാമുമായി ചേരുന്ന നിലപാട് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ്. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം UDFന്റെ അത് വിടാൻ LDF തയ്യാറാകുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഉയർത്തിയ വിഷയങ്ങളിലുള്ള പ്രതികരണം MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് കണ്ടു. ഈ അവസാന നിമിഷങ്ങളിൽ വിഷയങ്ങൾക്ക് പഞ്ഞമില്ല, പക്ഷേ യഥാർത്ഥ കാതലായ വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കടക്കുന്നില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. രഞ്ജിത്ത്, ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും വീണ്ടും പല തരത്തിൽ പല ശൈലിയിൽ ആവർത്തിക്കുകയാണ് LDF ഇവിടെ ചെയ്യുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി അവരുടെ രണ്ടിടത്തെ പ്രസംഗത്തിലും ഈ പെൻഷൻ വിഷയവും അതുപോലെ തന്നെ വന്യജീവി ആക്രമണ സംബന്ധിച്ച വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു LDFനെ ആക്രമിച്ചത്. അതിനെ പ്രതിരോധിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കാണുന്നത്. എം സ്വരാജ് ആവട്ടെ, MV ഗോവിന്ദൻ മാഷാവട്ടെ, രണ്ടുപേരും പ്രിയങ്ക ഗാന്ധിയുടെ ഈ പെൻഷൻ പരാമർശത്തെയും അതേപോലെ വന്യജീവി വിഷയത്തെയും കടന്നാക്രമിക്കുന്ന നിലപാടാണ് ചെയ്തത്. അതുപോലെ തന്നെ ജമാഅത്തെ വിഷയത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന ചോദ്യം ഉന്നയിച്ച് വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയായി സജീവമാക്കി നിർത്തുവാനാണ് LDFന്റെ ഭാഗത്തുള്ള ശ്രമങ്ങൾ. അതായത് മണ്ഡലത്തിൽ തുടങ്ങി വെച്ച വിഷയങ്ങൾ, പെൻഷൻ വിഷയവും അതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തിൻ്റെ കാരണം അല്ലെങ്കിൽ അത് തടയാൻ കഴിയാത്തതിൻ്റെ കാരണം കേന്ദ്ര നിയമമാണെന്ന LDFന്റെ